കേറിയൊക്കെ എന്നുള്ള പരിപാടിയാണ് കേട്ടോ. ഇപ്പം നനച്ചിട്ട് വേണം നമ്മളിത് ഇതിനകത്തോട്ട് നിറയ്ക്കാൻ അല്ലേ? അതെ. ഓക്കെ. തോരൻ പരുവോ ഒന്നും പറയണ്ട എൻ്റെ പൊന്നച്ച. ഞാൻ സിലിണ്ടർ കുറ്റി യൂസ് ചെയ്ത് നോക്കിയപ്പോൾ മാക്സിമം കൊമേഴ്ഷ്യൽ കുറ്റി ആകുമ്പം 5 ദിവസം അങ്ങേയറ്റം കണ്ടിന്യൂ ആയിട്ട് കത്തിച്ച് ഇതാകുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ കാശ് ഗ്യാസ് കുറ്റി കാശ് നമുക്ക് ഇരിക്കത്തില്ല. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് ഹരിപ്പാടാണ്. ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ രമേശ് അണ്ണനെ ഞാൻ ഹരിപ്പാടുകാർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ ചായക്കടയിലെ അമ്മയുടെ മകനാണ് കേട്ടോ. എന്തോ രമേശ് അണ്ണ പരിപാടി? ഇപ്പോൾ കുറ്റിയെടുപ്പ് നിറയ്ക്കുന്നു. നമ്മൾ കുറ്റിയെടുപ്പ് നിറച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറ്റിയെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് നമ്മുടെ വീടുകളിലൊക്കെ സുലഭമായിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് ഈ കുറ്റിയെടുപ്പ് എന്ന് പറയുന്നത്. അതായത് അറക്കപ്പൊടി നിറച്ച് കത്തിച്ചെടുക്കുന്ന കുറ്റിയെടുപ്പ്. അപ്പോൾ അതിൻ്റെ അറക്കപ്പൊടി നമ്മൾ നിറയ്ക്കുന്നതിൻ്റെ കാര്യമാണ് ഇപ്പോൾ ഓരോ ഒലക്കൊക്കെ ആയിട്ട് നിൽക്കുവാണ് രമേശണ്ണൻ. ഓക്കെ. അപ്പോൾ രമേശണ്ണൻ, നമ്മുടെ ഷോപ്പിൽ നമ്മൾ ഈ ഉപയോഗിക്കുന്നതെന്ന് പറയുമ്പോൾ ഈ കുറ്റിയെടുപ്പ് അല്ലേ? അതെ. ഇപ്പം നനച്ചിട്ട് വേണം നമ്മളിത് ഇതിനകത്തോട്ട് നിറയ്ക്കാൻ അല്ലേ? അതെ. ഓക്കെ. തോരൻ പരുവോ ദേ ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് നനച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഇത് കണ്ടോ, ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ നിറച്ച് കൊടുക്കും. ഈ വീഡിയോ കാണുന്ന പുതിയ ജനറേഷനുള്ള നമ്മുടെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ഈ അടുപ്പിൻ്റെ കാര്യങ്ങൾ അറിയത്തില്ല. ഞങ്ങളെപ്പോലെയുള്ള പഴയ ആൾക്കാർക്കൊക്കെ ഒരുപക്ഷെ നമ്മുടെ വീട്ടിലൊക്കെ പണ്ട് യൂസ് ചെയ്തിട്ടുള്ളതാണ് ഈ അടുപ്പ് അല്ലേ? അതെ. 10-25 വർഷം കൊണ്ട് എനിക്ക് ഉണ്ട്. അപ്പോൾ അണ്ണൻ എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി പിന്നെ അറക്കപ്പൊടി ബില്ലിപ്പോൾ എടുത്തുകൊണ്ട് വരുമോ? ചിലപ്പം ഞാൻ ബൈക്കിൽ പോയി എടുക്കും, ചിലപ്പം ഓട്ടോ പെട്ടി വണ്ടി വിളിച്ച് പോയെടുക്കും. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളുടെ ഇവിടുത്തെ ഈ ചായക്കടയിലെ പരിപാടിയെല്ലാം നടക്കുന്നത്. അതെ. ദേ നിറയ്ക്കുകയാണ് കേട്ടോ. അതിൻ്റെ നടുക്കായിട്ട് ഒരു ചെറിയ കമ്പി വെച്ചിട്ടുണ്ട്. അത് കത്താനായിട്ട് നമുക്കൊരു ഹോളുണ്ടല്ലോ, അത് കൃത്യമാകാൻ വേണ്ടിയാണ് അവിടെ വെച്ചിരിക്കുന്നത് അല്ലേ കമ്പി? അതെ. ഇത് നിറച്ചതിന് ശേഷം അത് പൊക്കിക്കളയും. എടുക്കുമ്പം ഒരു ചെറിയ ഹോള് വരും അല്ലേ? ഈ പാട്ട നമ്മൾ അതിനു വേണ്ടി പ്രത്യേകം ചെയ്യിപ്പിക്കുന്നതാണോ? ഇത് പെയിൻറ്റ് പാട്ട. അത് നമ്മൾ അതിന് ഹോൾ ഇട്ടെടുക്കും അല്ലേ? അതെ. ഓക്കെ. എത്രത്തോളം പാട്ടുണ്ട് നമ്മുടെ ഷോപ്പിൽ, നമ്മുടെ കടയിലേക്ക്? നമ്മുടെ കടയിൽ ഇപ്പോൾ ഒരു ഏകദേശം 6 ഉണ്ട്. 6 നിറയ്ക്കേണ്ട കാര്യമില്ല, 2 നിറച്ചാൽ മതി ഒരു ദിവസത്തേക്ക്. ഒരു ദിവസം 2. അത് കഴിഞ്ഞ് പിന്നെ 3-ാം പക്കം പിന്നെ ആ അടുപ്പ് വീണ്ടും റൊട്ടേഷൻ ചെയ്ത് കറങ്ങി എടുക്കത്തുള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറയുമ്പോൾ ഇന്നൊക്കെ ഗ്യാസ് മാത്രമേ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ സമയമുള്ളൂ. ഇച്ചിരി കഷ്ടപ്പെടാൻ ആർക്കും സമയമില്ല അല്ലേ? ഇച്ചിരി കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കത്തി നല്ല സൂപ്പർ ഇതും കിട്ടും, തീയും കിട്ടും. അതെ. സിലിണ്ടർ കുറ്റി യൂസ് ചെയ്ത് നോക്കിയപ്പോൾ മാക്സിമം കൊമേഴ്ഷ്യൽ കുറ്റി ആകുമ്പം 5 ദിവസം അങ്ങേയറ്റം കണ്ടിന്യൂ ആയിട്ട് കത്തിച്ച് ഇതാകുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ കാശ് ഗ്യാസ് കുറ്റി കാശ് നമുക്ക് ഇരിക്കത്തില്ലേ? അപ്പോൾ അണ്ണൻ്റെ അഭിപ്രായത്തിലെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ വീടുകളിൽ ഇതുപോലുള്ള അടുപ്പുകൾ യൂസ് ചെയ്യണമെന്ന് അല്ലേ? നമുക്ക് അത്യാവശ്യം പാചകവാതത്തിൻ്റെ ആ ഒരു ഉപയോഗം കുറയ്ക്കാൻ പറ്റും അല്ലേ? അതെ. അത് നല്ല കാര്യമാണ്. കാശ് നമുക്ക് ലാഭം കിട്ടും, അതേ ഉള്ളൂ. നിറച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിറച്ചത് കൃത്യമായിട്ട് ഞാനത് ക്ലിയർ ചെയ്ത് കാണിച്ചു തരാം. നിറച്ച് കഴിയുമ്പോൾ കൃത്യമായിട്ട് ഇങ്ങനെ അടിച്ച് സെറ്റാക്കിക്കൊണ്ടിരിക്കണം. ഇവിടെ ഒരു ഹോളുണ്ട് നടുക്ക്, ഇത് വെക്കുമ്പോൾ ഒരു ഹോളുണ്ടാവും. പിന്നെ ഹോളെന്ന് പറയുമ്പോൾ സൈഡിൽ ഒരെണ്ണമുണ്ട്, അത് പൊടി മറഞ്ഞ് കിടക്കുക. ഞാനത് നിറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം. ഇതാണ് നിറച്ചൊരു കുറ്റി കേട്ടോ. അതെ, ഇത് നിറച്ച് വരുമ്പോൾ ഇതിങ്ങനെ ഇരിക്കും. ഇവിടെ ഒരു ഹോളുണ്ടല്ലേ, അതുപോലെ അതെ ഇവിടെയാണ് നമ്മൾ ചെറിയൊരു വിറക് വെച്ച് കത്തിച്ചു കൊടുക്കും. അപ്പോൾ ഇവിടെ കത്തി മുകളിലേക്ക് വരും. ഇവിടെയാണ് നമ്മൾ പാത്രമൊക്കെ വെക്കുന്നത്. ഇതാണ് അതിൻ്റെ സെറ്റപ്പ്. അപ്പോൾ നമ്മുടെ പുതിയ ആൾക്കാരൊക്കെ ഒന്ന് കണ്ടിരിക്കുക. ഇങ്ങനെയാണ് നമ്മുടെ അറക്കപ്പൊടി അടുപ്പ് നിറയ്ക്കുന്നത് കേട്ടോ. ഇത് രാവിലത്തേക്കുള്ള കുറ്റിയാണ്. ഇപ്പോൾ രമേശണ്ണൻ നിറച്ചുകൊണ്ടിരിക്കുന്നത് ഉച്ചക്കലത്തുള്ള കുറ്റി അല്ലേ? അതെ. അപ്പം ഇത് രാവിലത്തെ ഈ ഹോളെന്ന് പറയുമ്പോൾ കനക്കുറവാണല്ലേ? അതെ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? അത് നമുക്ക് മാക്സിമം 1 മണി 1:15 വരെ കത്തി നിൽക്കണം. ഇതെന്ന് പറയുന്നത് രാവിലത്തെ പൈപ്പ് എന്ന് പറയുമ്പോൾ ഒരു 1 മണി 1:30 വരെയൊക്കെ കത്തി നിൽക്കണം. അത് കഴിയുമ്പം പൈപ്പിനൊന്ന് വീതി കൂട്ടിയിട്ടുണ്ടല്ലേ? അതിനേക്കാൾ വണ്ണം കൂട്ടിയിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം ഉച്ചയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ 5, 6, 7, 6:45, 7 മണി വരെ നിൽക്കണം. 7 മണിയാകുമ്പോഴത്തേക്ക് തീരും. അതാണ്ട് കത്തി അടുപ്പ് വേണമെന്ന് ചുമ്മാ ജ്യൂസ്. ഇത് കത്തി അടുപ്പാണ് കേട്ടോ. ഇത് കത്തി ഫിനിഷ് ആയിരിക്കുന്ന അടുപ്പാണ് കേട്ടോ. അത് ഫുള്ള് കത്തി കഴിഞ്ഞു. അപ്പോൾ ഇത് നാളത്തേക്കുള്ള പരിപാടിക്കാണ് ഇപ്പോൾ നിറച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ മിക്കവാറും വരും. മിക്കവാറും എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും വരും അല്ലേ അണ്ണാ? അതെ. അപ്പം മിക്കവാറും ചായ കുടിക്കുന്ന കടയെന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം അമ്മയുടെ കടയാണ്. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ട്. ഇവിടെ വിറകടുപ്പിലെ പാചകവും കാര്യങ്ങളൊക്കെയാണ്. ഒരു ചെറിയ വണ്ടിക്കകത്ത് പ്രവർത്തിക്കുന്ന കടയാണ്. ഹരിപ്പാടുകാർക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കടയൊന്നുമല്ല, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ രമേശണ്ണൻ ഞാൻ വന്നപ്പം
ഇത് നിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾക്കായിട്ട് ഈ ഒരു വിറകെടുപ്പ് നിറയ്ക്കുന്നതിൻ്റെ കാഴ്ചകളൊന്ന് പങ്കുവെക്കാമെന്ന് കരുതി. അങ്ങനെയാണ് പങ്കുവെച്ചത്. ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ ഒരു ചേട്ടനും ഇവിടെ ഇപ്പോൾ ഉണ്ട്. നിങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിലാണ് രമേശണ്ണ ഇവിടെ ഇത് നിറച്ചുകൊണ്ടിരുന്നത്. പണ്ട് കാലത്ത് നമ്മുടെ വീടുകളിലൊക്കെ സുലഭമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. ഇന്ന് ഗ്യാസ് വന്നതിന് ശേഷം വിറകെടുപ്പ് അങ്ങനെ ആരും ചെയ്യുന്നില്ല. പക്ഷേ വിറകെടുപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗ്യാസൊക്കെ ലാഭിക്കാൻ പറ്റും. ഇത് നനച്ചു കൊടുക്കുന്നുണ്ടല്ലേ, നനച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് ഉണക്കേണ്ട കാര്യമൊന്നുമില്ല, അത് ഇരുന്നുണ്ടെങ്കിൽ സെറ്റായിക്കോളും. അതെ അതെ, സെറ്റായി വരുമ്പോൾ ഇതുപോലെ ഇരിക്കും. ഇത് കണ്ടില്ലേ, ഇത് കയറിയൊക്കെ നിന്നുള്ള പരിപാടിയാണ് കേട്ടോ, കയറി ചവിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. കണ്ടില്ല, നോക്കിയേ, എന്നാലേ അത് കറക്റ്റ് ആകത്തുള്ളല്ലേ. അതെ. ഒന്നും പറയണ്ട എൻ്റെ പൊന്നച്ച. അപ്പോൾ ഇങ്ങനെയാണ് ഇതേ ഫിനിഷ് ചെയ്ത് അതിൻ്റെ ആ ഒരു പൈപ്പും കൂടി ഊരി കഴിഞ്ഞപ്പം ദേ ഇവിടെ ഒരു ഹോള് വന്നു കണ്ടാ. ആ ഹോളിലോട്ടാണ് ഞാനിത് പൈപ്പ് കയറ്റുന്നത്. ഇവിടെ ഒരു ഹോള് വരും, അതിൻ്റെ ഒപ്പം പോലെ തന്നെ ഈ സൈഡിലും എവിടെയാണ് ഹോള്? ദേ ഈ സൈഡ് കണ്ടോ, ഈ സൈഡ് തിരിച്ച് ഒരു സൈഡ്, ദേ ഇപ്പുറത്തെ സൈഡിൽ ഒരു ഹോള്. അതിൽ നിന്നും പൊടി മാറ്റി കഴിയുമ്പോൾ ഇങ്ങോട്ട് വിറക് വെച്ച് കത്തിക്കണം അല്ലേ? അതെ അതെ, അത്രേ ഉള്ളൂ കാര്യം. വിറക് വെച്ച് കത്തിക്കണം, വൈകുന്നേരം വരെ കത്തി അങ്ങ് നിന്നോളും. അപ്പോൾ എത്രത്തോളം നമുക്ക് പാല് ചായയൊക്കെ ഇതിനകത്താണ് പരിപാടി നടക്കുന്നത് അല്ലേ? ഫുള്ള് മൊത്തം ഇതിനകത്താണ് നടക്കുന്നത്.